dear students, welcome to A for Education. Today we are going to discuss cost of debt. Cost of capital. First session ആണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ, ദെൻ കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിങ്സ്. ഇത് നമ്മൾ എല്ലാ കോസ്റ്റും കൂടിയും ആഡ് ചെയ്തിട്ട് ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണും. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നൊക്കെയുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കോസ്റ്റ് ഓഫ് റേസിംഗ് ഫണ്ട്, എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റിലേക്ക് അടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലില് cost of debt. A company may raise debt in different sources such as financial institutions or public deposit or debenture for a specific period of time at a certain rate of interest. The debenture or bond may be issued at par, discount or premium as compared to its face value. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് നമ്മൾ പറയുമ്പോൾ സാധാരണ നമ്മുടെ സബ്ജക്റ്റിലെല്ലാം ഒരു ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാം. അല്ല, നമുക്കറിയാം ബാങ്കിൽ നിന്ന് ലോൺ ഡെപ്റ്റ് റേസ് ചെയ്യുന്നത്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡെപ്റ്റ് എടുക്കുന്നത് എല്ലാം കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൽ തന്നെയാണ് പെടുന്നത്. എന്നാൽ ജനറലി വലിയൊരു കമ്പനി, ഒരു ലിസ്റ്റഡ് കമ്പനിയൊക്കെ ഡെപ്റ്റ് റേസ് ചെയ്യുക ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടാണ്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ പറയാനുള്ളത് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് തന്നെയാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൽ. അപ്പൊ ഡിബെഞ്ചർ എങ്ങനെയൊക്കെയാണ് ഇഷ്യൂ ചെയ്യുക? പാറിന് ഇഷ്യൂ ചെയ്യും, ഡിസ്കൗണ്ട് ഓർ പ്രീമിയം. എല്ലാവർക്കും അറിയാലോ, ഒരു ഡിബെഞ്ചറിന്റെ ഫേസ് വാല്യൂ 100 ആണെന്ന് വിചാരിക്കുക. ഇവർ ഇഷ്യൂ ചെയ്യുന്നത് 100 റുപ്പീസിന് തന്നെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പാർ വാല്യൂ. എന്നാൽ ഫേസ് വാല്യൂ 100 ആണ്, ഇഷ്യൂ ചെയ്യുന്നത് 90 രൂപയ്ക്കാണ്. 90 റുപ്പീസിനാണെങ്കിൽ ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് 10% ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇഷ്യൂ ചെയ്യുന്നത് ഒരു 110 റുപ്പീസിനാണെന്ന് വിചാരിക്കോ. ഫേസ് വാല്യൂ 100 ഉള്ള ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് 110 റുപ്പീസിനാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇഷ്യൂഡ് അറ്റ് 10% പ്രീമിയം. 10% പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്ന ഒരു ബേസിക് കാര്യങ്ങൾ തന്നെയാണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് 2 ടൈപ്പ് ഉണ്ട്, ഇറഡീമബിൾ ഡെപ്റ്റും റെഡീമബിൾ ഡെപ്റ്റും. എന്തൊക്കെയാണ് ഇറഡീമബിൾ ഡെപ്റ്റ്? ഇറഡീമബിൾ ഡെപ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന പോലെ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റില്ല. ഇതിന് നമുക്ക് മറ്റൊരു പേര് പെർപെച്വൽ ഡെപ്റ്റ് എന്നാണ്. Those debt which are not repayable at end of definite period. ആ ഒരു എൻഡ് ഓഫ് ഡെഫിനിറ്റ് പീരീഡിൽ നമുക്ക് റീപേ ചെയ്യാൻ പറ്റാത്തതാണ് ഇറഡീമബിൾ എന്ന് പറയുന്നത്. റെഡീമബിൾ എന്ന് പറയുമ്പം അത് കൃത്യമായിട്ട് ഒരു സ്പെസിഫിക് പീരീഡ് ഉണ്ടാവും. ആ സ്പെസിഫിക് പീരീഡിനുള്ളിൽ റെഡീമബിൾ വാല്യൂ ഉണ്ടാവും. ആ പീരീഡിന്റെ വർഷം 10 വർഷത്തേക്ക്, 5 വർഷത്തേക്ക്, അങ്ങനെ ഫിഗർ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ട്രാൻസാക്ഷൻ തന്നു കഴിഞ്ഞാൽ അത് റെഡീമബിൾ ആണോ ഇറഡീമബിൾ ആണോ എന്ന് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം അവിടെ റെഡീമബിൾ വാല്യൂ ഉണ്ടാവും, ഇഷ്യൂ വാല്യൂ ഉണ്ടാവും, നമ്പർ ഓഫ് ഇയേഴ്സ് എല്ലാം ഉണ്ടാവും. ബട്ട് ഇൻ ഇറഡീമബിൾ ഡെപ്റ്റിൽ നമുക്ക് അതൊന്നും ഉണ്ടാവില്ല. ദോസ് ഡെപ്റ്റ് വിച്ച് ആർ നോട്ട് റീപേബിൾ അറ്റ് എൻഡ് ഓഫ് ഡെഫിനിറ്റ് പീരീഡ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാണുന്നത് ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബിഫോർ ടാക്സ്, നോർമലി ടാക്സ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ടാക്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. സോ നമ്മൾ ആഫ്റ്റർ ടാക്സ് ആണ് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാം. എന്നാൽ ഏതെങ്കിലും ഒന്നിൽ ടാക്സിന് തന്നിട്ടില്ല, ടാക്സിന് മുന്നേ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാണുക എങ്ങനെയാണ്? I/NP ആണ്. I/NP. ഇവിടെ ഒരു × 100 ഉണ്ട്, അത് നമ്മൾ ഇല്ല. കാരണം I/NP ചെയ്യുമ്പോൾ നമുക്കൊരു ഡെസിമൽ വാല്യൂ ആണ് കിട്ടുക. പക്ഷെ അതിന് നമ്മൾ എപ്പോഴും പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 100 മൾട്ടിപ്ലൈ ചെയ്യണം. സോ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് നമ്മൾ എപ്പോഴും പെർസെൻറ്റേജിലാണ് പറയാം. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് 8%. സോ ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് 10%, 7%. എപ്പോഴും കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് പെർസെൻറ്റേജിലാണ് പറയാം. നോർമൽ ഇക്വേഷൻ I/NP ആണെങ്കിൽ പോലും ഒരു × 100 ഉണ്ട്, ആ ഡെസിമൽ വാല്യൂ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആഫ്റ്റർ ടാക്സ്.
ടാക്സിന് ശേഷമുള്ള കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എപ്പോഴും നമുക്ക് ചെയ്യാനുണ്ടാവുക കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. കാരണം ടാക്സ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇൻട്രസ്റ്റ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, ടാക്സ് കൊടുക്കുക. സോ ഇത് ടാക്സിന് എന്താണ്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. സോ നമ്മൾ ടാക്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാണുക. ഓക്കെ, ടാക്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാണുക. ഇൻട്രസ്റ്റ് നമുക്കറിയാം, കമ്പനിയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. ഇനി എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആഫ്റ്റർ ടാക്സ് കാണുന്ന ഇക്വേഷൻ എന്താണ്, ഐ ഇൻറ്റു 1 - T ഡിവൈഡഡ് ബൈ NP. ഇവിടെ എന്തുണ്ട്, ഇൻറ്റു 100 ഉണ്ടാവും. ഓക്കെ, ഐ എന്ന് വെച്ചാൽ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. NP എന്ന് വെച്ചാൽ നെറ്റ് പ്രൊസീഡ്സ് ആണ്, ഇഷ്യൂ ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. ടാക്സ് നോർമലി ടാക്സ് റേറ്റ് ആണ്. സോ ഇത് വളരെ എളുപ്പമാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിവിടെ ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ആ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ ഈ ഒരു ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാൻ. ഓക്കെ, ഇതൊരു കോൺസെപ്റ്റ് പറഞ്ഞു തരാം. ഫ്ലോട്ടേഷൻ കോസ്റ്റ്. It is the total cost incurred by a company issuing new security to raise capital. ഡിബഞ്ചർ ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയാം. If a company issue share worth ₹100 each but pays 5 per share as flotation cost. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നെറ്റ് പ്രൊസീഡ് വാല്യൂ, NP വാല്യൂ, ഇഷ്യൂ പ്രൈസ് നമ്മൾ എന്താ ചെയ്യാം, ഈ ടോട്ടൽ വാല്യൂയിൽ നിന്ന് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് 100 രൂപയാണെങ്കിൽ ഫ്ലോട്ടേഷൻ കോസ്റ്റ് 5 രൂപയാണെങ്കിൽ നമ്മുടെ നെറ്റ് പ്രൊസീഡ് വാല്യൂ എന്ന് പറയുന്നത് ഈ ഇഷ്യൂ പ്രൈസിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് മൈനസ് ചെയ്താൽ 95 ആയിരിക്കും. ഓക്കെ, സോ ഇഷ്യൂ പ്രൈസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലോട്ടേഷൻ കോസ്റ്റ് മൈനസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നെറ്റ് പ്രൊസീഡ്സ് കിട്ടുക. അപ്പൊ ഇത് ചില ക്വസ്റ്റ്യനിലൊക്കെ ഇങ്ങനെ ഒരു ഫ്ലോട്ടേഷൻ കോസ്റ്റ് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്യൂ പ്രൈസിൽ നിന്ന് അത് മൈനസ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വേറെ ഒന്നുമില്ല ഇവിടെ. നേരെ I ഇൻറ്റു 1 - T ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 100. ബട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന്, നിങ്ങൾ ആരും ഇത് ചെയ്യണ്ട, ഇതിന് ഒരുപാട് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്, ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. A limited raises 1 lakh by issue of 1,009% debentures of ₹100 each, 100 at a premium of 5%. The tax rate applicable of the company is 50%. Compute cost of capital. ഇവിടെ എന്താണ്, റെഡീമബിൾ ആണോ ഇറെഡീമബിൾ ആണോ? ഇവിടെ റെഡീമബിൾ വാല്യൂ ഇല്ല, ഇവിടെ എത്ര വർഷത്തേക്കാണെന്ന് കൊടുത്തിട്ടില്ല. സോ ഇതെന്താണ്, ഇറെഡീമബിൾ ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ കാണാനുള്ള കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ്, ഡിബെഞ്ചർ ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. സോ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഇവിടെ ടാക്സ് റേറ്റ് കൊടുത്തിട്ടുള്ളതിനാൽ I ഇൻറ്റു 1 - T ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 100. ഇതാണ് ഇക്വേഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് A ലിമിറ്റഡ് 1000 ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് എത്രയാണ്, 9% ആണ് ഇൻട്രസ്റ്റ്. ഫേസ് വാല്യൂ 100 ആണ്, പക്ഷെ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പ്രീമിയത്തിനാണ് 5%. ടാക്സ് റേറ്റ് എത്രയാണ്, 50% ആണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുന്നത് പെർസെൻറ്റേജിലാണ്. 1000 ഡിബഞ്ചറിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും 500 ഡിബഞ്ചേഴ്സിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും 100 ഡിബഞ്ചേഴ്സിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഒരു ഡിബഞ്ചറിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും പെർസെൻറ്റേജിൽ എന്താണ്, സെയിം ആണ്. ഒന്നുകൂടെ പറയാം, ഡിബഞ്ചറിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറയാം 10% എന്ന് പറഞ്ഞാൽ ഈ പെർസെൻറ്റേജ് മീൻസ് 1000 ഡിബഞ്ചറിൻ്റെതും 10% ആണ്, 500 ഡിബഞ്ചറിൻ്റെയും 10% ആണ്, ഒരു ഡിബഞ്ചറിൻ്റെയും 10% ആണ്. ഓക്കെ, പെർസെൻറ്റേജിൽ കാണുമ്പോൾ നമുക്ക് 1000 ഡിബഞ്ചറിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും പെർസെൻറ്റേജ് കാണണ്ട. എന്ത് കണ്ടാൽ മതി, ഒരു ഡിബഞ്ചറിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടാൽ മതി. കാരണം നമ്മൾ എന്താ കാണാൻ പോകുന്നത്,
പെർസെൻറ്റേജ് ആണ്. സോ ഒരു ഡിബഞ്ചറിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ പെർസെൻറ്റേജും 1000 ഡിബഞ്ചറിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന്റെ പെർസെൻറ്റേജും സെയിം ആണ്. സോ ദിസ് ഈസ് നോട്ട് യൂണിവേഴ്സിറ്റി ലെവൽ എക്സാമിനേഷൻ. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻ വൺ ഡിബഞ്ചർ. ഒറ്റ ഡിബഞ്ചറിന്റെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കണ്ടാൽ മതി. യൂണിവേഴ്സിറ്റി ലെവൽ എക്സാമിനേഷൻ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഫൈനൽ ആൻസർ മാത്രം കിട്ടിയാൽ മതി. സോ ഇവിടെ ഒരു ഡിബഞ്ചറിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാണുകയാണ് ഞാൻ. ഐ എത്രയാണ്? ഇൻട്രസ്റ്റ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇങ്ങനെ എടുത്തിരുന്നു. ഇൻട്രസ്റ്റ് ഐ ഈസ് ഈക്വൽ ടു ഇതാ ഇവിടെ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട് 9%. ദെൻ ഇതിന്റെ ടാക്സ് റേറ്റ് എത്രയാണ്? 50%. നമുക്ക് കാണേണ്ടത് 1 - T ആണ്. 1 - T എത്രയാണ്? 1 മൈനസ് ഈ 50% നമുക്ക് എന്താക്കാം? 0.5 ഡെസിമൽ വാല്യൂ ഇടാലോ. 1 മൈനസ് 0.5 എത്രയാണ്? 1 രൂപയിൽ നിന്ന് 50 പൈസ കുറച്ചാൽ എത്രയാണ്? 50 പൈസ. സോ 1 മൈനസ് 0.5 ഈക്വൽ ടു 0.5. NP നെറ്റ് പ്രൊസീഡ് എന്താണ്? ഇവിടെ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പ്രീമിയത്തിനാണ് 5%. ഫേസ് വാല്യൂ 100 ആണ്, പ്രീമിയം 5 ആണെങ്കിൽ നെറ്റ് പ്രൊസീഡ് എന്താണ്? 105. ഇനി നമ്മളിത് വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു 1 മൈനസ് ടി. 1 മൈനസ് ടി എത്രയാണ്? 0.5 ഡിവൈഡഡ് ബൈ 105 ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 0.5 എത്രയാണ്? നമ്മൾ 9 ഇൻറ്റു 5 കാണുക. 9 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 45. സോ ഡെസിമൽ വാല്യൂ 0.5 ആയതിനാൽ 45ന്റെ ഇടത് സൈഡിൽ ഒരു പോയിന്റ് ഇടണം. സോ 9 ഇൻറ്റു 0.5 ഈസ് ഈക്വൽ ടു 4.5 ഡിവൈഡഡ് ബൈ 105. ഇവിടെ എന്തുണ്ട്? ഒരു ഇൻറ്റു 100 ഉണ്ടാവും. 4.5 ഇൻറ്റു 100 എത്രയാണ്? ഒരു പോയിന്റ് ഇവിടെ ഇടുന്നു 45 ഇൻറ്റു ഒരു 0 കൂടി വന്നു 450. 450 ഡിവൈഡഡ് ബൈ 105. ഇതാണ് നമുക്ക് കാണാനുള്ളത്. സോ 450 ഡിവൈഡഡ് ബൈ 105 നമ്മൾ എങ്ങനെ കാണുക? നമ്മൾ നോർമലായിട്ട് സാധാ ചെയ്യുന്ന 450 ഡിവൈഡഡ് ബൈ 105. എത്ര 105 ഉണ്ട് 450? 4 105. 4 5 20 0 ബാക്കി 2. ഓക്കെ, 400 20 420. 450 നിന്ന് 420 മൈനസ് ചെയ്താൽ 430. സോ ഇല്ല, ഒരു പോയിന്റ് ഇടുന്നു 0. 300ൽ എത്ര 105 ഉണ്ട്? നമുക്കറിയാം 2 എണ്ണേ പോവുള്ളൂ. 2 105 ഏകദേശം 200. 2 ഇൻറ്റു 105 210 ആണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാൽക്കുലേഷൻ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതൊന്നും പറയാത്ത. ബേസിക് മാത്തമെറ്റിക്കൽ ആണ്. സോ 300ൽ നിന്ന് 210 മൈനസ് ചെയ്താൽ 90 വരും. സോ വീണ്ടും ഒരു 0 ഇടുന്നു. 900ൽ എത്ര 105 ഉണ്ട്? ഏകദേശം 8 105 800 8 5 40 840. സോ ഏകദേശം ഒരു 4.28 ആണ് നമുക്ക് എന്ത് വരിക? ഫൈനൽ ആൻസർ വരിക. ക്ലിയർ? ഒന്നും ചെയ്തിട്ടില്ല. ഈ 450/105 ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ പോയിന്റ് വരെയാണ് നിങ്ങൾ എത്തേണ്ടത്. ഓക്കെ, ശരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഈ പറഞ്ഞ പോലെ ഈ റൈറ്റ് മെത്തേഡാണ് ഇപ്പൊ പറഞ്ഞത്. കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നേരായ പാതയാണ്. ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഷോർട്ട് കട്ട് നമുക്ക് ഉപയോഗിക്കാം. സോ നമ്മൾ നേരിട്ട് ഷോർട്ട് കട്ട് ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് എന്ത് ആൻസർ കിട്ടി? 4.28 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. റൈറ്റ്? അപ്പൊ ഞാൻ എന്താ ഇവിടെ ചെയ്തത്? 4.28 ആൻസർ കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. നേരെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തു. 1i ഇൻറ്റു 1 മൈനസ് ടി ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 100. ഇത് നമ്മൾ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ് പറയാൻ പോകുന്നത് കേട്ടോ. കുറച്ചുകൂടി സ്പീഡ് ചെയ്യുന്നു. ഫസ്റ്റ് തന്നെ നമുക്കറിയാം, ഇക്വേഷൻ നമ്മളുടെ മൈൻഡിൽ വേണം. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈസ് ഈക്വൽ ടു i ഇൻറ്റു 1 മൈനസ് ടി ഡിവൈഡഡ് ബൈ NP ഇൻറ്റു 100. ഓക്കെ, i എത്രയാണ്? 9. 1 മൈനസ് ടി എത്രയാണ്? ആദ്യം മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക. 1 മൈനസ് ടി 1 മൈനസ് 0.5 ഈക്വൽ ടു 0.5.
9 ഇൻറ്റു 0.5 ഈസ് ഈക്വൽ ടു 9545. സോ ന്യൂമറേറ്റർ 4.5 നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുന്നു. ഡിനോമിനേറ്റർ പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ നമുക്കറിയാം ഫേസ് വാല്യൂ 100 ആണ്, പ്രീമിയത്തിനാണെങ്കിൽ 105. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് കിട്ടും. ഈ 100ലാക്കാൻ ഒരു 100 കൊണ്ട് നമുക്കറിയാം മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളത്. ഞാൻ പറയുന്നത് ഈ ഒരു വാല്യൂ നിങ്ങൾക്ക് കിട്ടി. ഇനി നിങ്ങൾക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 105 ഡിവൈഡ് ചെയ്യുന്ന ഒരുപാട് സമയമെടുക്കും. ഇങ്ങനെ സമയം എടുക്കുന്നത് ലാഭിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ആ ഷോർട്ട് കട്ട് മെത്തേഡാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ കാൽക്കുലേറ്റർ ഒന്ന് എടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു കാൽക്കുലേറ്റർ എടുക്കാം. എന്നിട്ട് ഞാൻ പറയുന്നത് ആ കാൽക്കുലേറ്ററിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡിലൂടെ ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ ആദ്യം പറയുന്നു, നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യണം കേട്ടോ. 5/96 എത്രയാണ്? ഇത് പെർസെൻറ്റേജിലാക്കിയിട്ടാണ് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരേണ്ടത്. ഓക്കെ, 5/96 നമ്മൾ എങ്ങനെയാ കാണുക? പെർസെൻറ്റേജിൽ കാൽക്കുലേറ്ററിൽ 5/96 എന്നിട്ട് പെർസെൻറ്റേജിലാക്കാൻ ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, എത്ര നിങ്ങൾക്ക് കിട്ടിയത്? 5.2. ഓക്കെ, ഇനി രണ്ടാമത് ഞാൻ തരുന്നത് ഒരു 5 ഡിവൈഡഡ് ബൈ 104. ഇത് നിങ്ങൾ പെർസെൻറ്റേജിലാക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരണം. എത്ര വരിക? 5 ഡിവൈഡഡ് ബൈ 104 ഇൻറ്റു 100 പെർസെൻറ്റേജിലേക്ക് ആക്കണം. ഇവിടെ എനിക്ക് കിട്ടിയത് 4.8. നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്യണം കേട്ടോ, എന്നാലേ കിട്ടുള്ളൂ. ഇനി വേറൊന്നുകൂടി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. നമുക്ക് നമ്പർ മാറ്റാം. ഒരു 7 എടുത്തോളൂ. 7 ഡിവൈഡഡ് ബൈ 96 എത്ര കിട്ടുക? 7 ഡിവൈഡഡ് ബൈ 96 പെർസെൻറ്റേജിലേക്ക് ആക്കാൻ ഇൻറ്റു 100 ചെയ്യുന്നു. 7.29. ഇനി അടുത്തത് 7 ഡിവൈഡഡ് ബൈ 98. സോറി, 98 അല്ല, ഒരു 102. 7 ഡിവൈഡഡ് ബൈ 102 പെർസെൻറ്റേജിലാക്കാൻ ഇൻറ്റു 100 ചെയ്യുന്നു. 6.86. ഇനി വേറെ ചെറിയൊരു സാധനം കൂടി പറയട്ടെ. 5 ഡിവൈഡഡ് ബൈ 100 എത്ര ആയിരിക്കും ഉണ്ടാവുക? അതേപോലെ 7 ഡിവൈഡഡ് ബൈ 100 എത്ര ആയിരിക്കും ഉണ്ടാവുക പെർസെൻറ്റേജിലാക്കിയാൽ? നമുക്കറിയാം, ഇൻറ്റു 100 ചെയ്യുന്നു, 2 കട്ട് ചെയ്ത് പോകുന്നു, 5 തന്നെ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? 7 തന്നെ ആയിരിക്കും അല്ലേ? ഇനി പറയാൻ പോകുന്നതാണ് നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡ്. ഇവിടെ ഇത് ന്യൂമറേറ്റർ എന്നാ പറയാം. ഓക്കെ, 5. ഇത് ഡിനോമിനേറ്റർ ആണ് 96. ഈ 96 എന്ന് പറയുന്നത് ലെസ് ദാൻ 100 ആണ്. 100ന്റെ താഴെയാണ്. 100ന്റെ താഴെ 96 വന്നു. അപ്പോൾ ആൻസർ ന്യൂമറേറ്ററിന് തൊട്ടു മേലെയാണ് ആൻസർ വന്നത്. ഇവിടെയും 96 എന്ന് പറയുന്നത് 100ന്റെ താഴെയാണ്, ലെസ് ദാൻ 100. നമുക്ക് കിട്ടിയ ആൻസർ ന്യൂമറേറ്ററിന് തൊട്ട് മേലെയാണ്. എന്നാൽ ഡിനോമിനേറ്റർ 100ന്റെ മേലെ വന്നു, ഗ്രേറ്റർ ദാൻ 100 വന്നപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ന്യൂമറേറ്ററിന്റെ തൊട്ട് താഴെയാണ് കിട്ടിയത്. ഇവിടെയും അതേപോലെ ഡിനോമിനേറ്റർ 100ന്റെ മേലെ വന്നപ്പോൾ ആൻസർ ന്യൂമറേറ്ററിന്റെ തൊട്ട് താഴെ കിട്ടി. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾ ചോദിക്കട്ടെ. റാൻഡമായിട്ട് 8 ഡിവൈഡ്, നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കരുത്, 8 ഡിവൈഡഡ് ബൈ 99 ഇത് പെർസെൻറ്റേജിലാക്കിയാൽ 8ന്റെ താഴെയാണോ 8ന്റെ മേലെയാണോ ആൻസർ വരിക? സിമ്പിൾ ആണ്. ഡിനോമിനേറ്റർ
100ന്റെ താഴെ ആണെങ്കിൽ ആൻസർ ന്യൂമറേറ്ററിന്റെ തൊട്ട് മേലെ 8 പോയിന്റ് സംതിങ് ആണ് വരിക. നേരെ ഓപ്പോസിറ്റ്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി ഇത് മാത്രം ഒന്നുകൂടി കാണിച്ചു തരാം. 8/99 into 100. ഓക്കെ, 8.08 എപ്പോഴും 8ന്റെ മേലെ വരുള്ളൂ. ഇനി മറ്റൊരു നമ്പർ എടുത്തിട്ട് ഒരു 9/100ന്റെ താഴെ 99 എടുക്കുന്നു. ഇവിടെ 100ന്റെ താഴെ ആണെങ്കിൽ ഇവിടെയും ആൻസർ ന്യൂമറേറ്ററിന്റെ തൊട്ട് മേലെ 9 പോയിന്റ് സംതിങ് ആണ് വരിക. ഇനി 9/105 ആണെങ്കിലോ ഇത് 100ന്റെ മേലെയാണ്, ആൻസർ ന്യൂമറേറ്ററിന്റെ തൊട്ട് താഴെയാണ് വരും. ഇതൊരു ബേസിക് മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, ഇങ്ങനെ മാത്സിൽ സംഭവിക്കുന്നു. നമുക്കിവിടെ പഠിക്കാനുള്ളത് 100ന്റെ താഴെ എന്ന് പറഞ്ഞാൽ ഇത് I into 1 - t ആണ്. ഓക്കെ, സോറി, I into 1 - t അല്ല. ഈ 100ന് താഴെ എന്ന് പറയുന്നത് NP, നെറ്റ് പ്രൊസീഡ്സ് ആണ്. ന്യൂമറേറ്റർ ആണ് എന്ത്? I into 1 - t. ഈ നെറ്റ് പ്രൊസീഡ് 100ന്റെ താഴെ എന്ന് പറഞ്ഞാൽ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പ്രീമിയത്തിനാണോ ഡിസ്കൗണ്ടിനാണോ? ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്താൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് I into 1 - tയുടെ തൊട്ട് മുകളിലായിരിക്കും. ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പ്രീമിയത്തിനാണെങ്കിൽ 100ന്റെ മേലെ ഡിനോമിനേറ്റർ വന്നാൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് I into 1 - tയുടെ തൊട്ട് താഴെ ആയിരിക്കും ഉണ്ടാവുക. ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പാറിനാണെങ്കിൽ നമ്മുടെ ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണോ നമുക്ക് I into 1 - t കിട്ടുന്നത് അത് തന്നെയായിരിക്കും. വളരെ സിമ്പിളാണ് ഈ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ്. ഇഷ്യൂ ചെയ്തത് ഡിസ്കൗണ്ടിനാണോ പ്രീമിയത്തിനാണോ എന്ന് നോക്കുക. ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്കറിയാം 100ന്റെ താഴെയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ I into 1 - tയുടെ തൊട്ട് മേലെ ആയിരിക്കും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്തതെങ്കിൽ I into 1 - tയുടെ തൊട്ട് താഴെ ആയിരിക്കും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇനി നമ്മൾ നേരെ എന്ത് പോകുന്നു? നേരത്തെ എക്സാമ്പിളിലേക്ക് വീണ്ടും പോകുന്നു. നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് 4.5 4.5/105 ആണ്. ഇവിടെ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്താണ്? പ്രീമിയത്തിനാണ്. പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്താൽ I into 1 - tയുടെ തൊട്ട് താഴെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരിക. സോ 4.5ന്റെ തൊട്ട് താഴെ ഓപ്ഷനിൽ ഏതെങ്കിലും ഓപ്ഷൻ 4.5ന്റെ താഴെ ഉണ്ടോ? ഇത് മേലെയാണ്. ഇതും 4.5 ആണ്, നമുക്ക് തൊട്ട് താഴെ വരുന്നത്. ഇതും മേലെയാണ്. ആകെ ഒരു ഓപ്ഷൻ മാത്രമേ 4.5ന്റെ താഴെയുള്ളൂ. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാതെ ഡയറക്റ്റ്ലി ഓപ്ഷനിലൂടെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കാണാൻ പറ്റും. ഇതാണ് ഷോർട്ട് കട്ട്. ഓക്കെ, ഇത് നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വരും. അടുത്ത ക്വസ്റ്റ്യൻ. Why limited issue 40,000 8% debenture of ₹100 at 10% discount? The tax applicable to the company is 50%. Flotation cost 2%. Compute cost of capital. എന്താണ്? Irredeemable ആണ്. So cost of debt കാണാനുള്ള ഇക്വേഷൻ I into 1 - t divided by NP into 100. So I into 1 - t കാണാം. 1 - t I എത്രയാണ്? I ഇവിടെ കൊടുത്തിട്ടുണ്ട് 8% ആണ്. 8 into 1 - t. ടാക്സ് 50% ആണ്. 1 - t is equal to 0.5 ആണ്. ഡിവൈഡഡ് ബൈ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് 10% ഡിസ്കൗണ്ടിനാണ്. ഓക്കെ, അപ്പം ഫേസ് വാല്യൂ 100 ആണ്. 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 90 വന്നു. ബട്ട് ഇവിടെ ഒരു ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്, അപ്പം മൈനസ് വീണ്ടും 2 ചെയ്യും. സോ NP എന്ന് പറയുന്നത് 88 ആണ്. ക്ലിയർ? 8 into 5 40. സോ 4 ഡെസിമൽ വാല്യൂ ഒരു പോയിന്റ് ഇപ്പുറത്തുണ്ട്. 4 divided by 88. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഷോർട്ട് കട്ട് മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്റർ 100ന്റെ താഴെ വന്നാൽ ആൻസർ ന്യൂമറേറ്ററിന്റെ തൊട്ട് മേലെ വരും.
ന്യൂമറേറ്ററിന്റെ തൊട്ട് മേലെ എന്ന് പറയുമ്പം ഇത് ന്യൂമറേറ്ററിന്റെ മേലെ വരുന്ന ഒന്നാണ്. ഇത് ന്യൂമറേറ്ററിന്റെ താഴെ വരില്ല. ഇത് ന്യൂമറേറ്ററിന്റെ ഒരുപാട് മേലെ വരില്ല. ഇത് ന്യൂമറേറ്ററിന്റെ താഴെ. സോ ന്യൂമറേറ്ററിന്റെ തൊട്ട് മേലെ എന്ന് പറയുന്നത് 4.5 ആണ്. അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഷോർട്ട് കട്ട് ഉപയോഗിക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 4 ഡിവൈഡഡ് ബൈ 88 ഇൻറ്റു 100, 400 ഡിവൈഡഡ് ബൈ 88. 88ൽ 400 എത്ര? 88 ഉണ്ട്. സോ ഇവിടെ നിങ്ങൾക്കറിയാം 4 8 32 2 ബാക്കി 3 4 8 32 3 35. ദെൻ ഇവിടെ നേരെ ഇനി അടുത്ത നേരെ ഒരു 48, ദെൻ 5. അങ്ങനെ നിങ്ങൾക്ക് ഡൈവേഡ് ചെയ്തിട്ട് കിട്ടും. ബട്ട് ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. സോ ഇൻ അവർ നെറ്റ് എക്സാമിനേഷൻ വി ഹാവ് ടു അപ്ലൈ സ്മാർട്ട് വർക്ക്. സ്മാർട്ട് വർക്ക് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക? നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ ഒരു ക്വസ്റ്റ്യൻ വളരെ പെട്ടെന്ന് എങ്ങനെയാണോ ആൻസർ ചെയ്യാൻ പറ്റുക, അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് മെജോറിറ്റി കേസിലും ഓപ്ഷനിൽ കൃത്യമായിട്ട് ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ ഉണ്ടാവും. ഇനി പല സ്ഥലങ്ങളിലും ഈ ഷോർട്ട് കട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല, ഈ ഓപ്ഷനിൽ ഇങ്ങനെ തന്നിട്ടില്ലെങ്കിൽ വേറെ there is no other way. We have to do direct way. ഡയറക്റ്റ് വേയിൽ നമുക്ക് എന്താക്കണം? ഡിവൈഡ് ചെയ്തിട്ട് ആൻസർ കണ്ടെത്തണം. ക്ലിയർ? അടുത്ത നെറ്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എ കമ്പനി ഹാസ് ഇഷ്യൂഡ് 10% പെർപെച്വൽ ഡെപ്റ്റ് ഓഫ് rupees 1 lakh at 5% premium. If tax rate is 30% ആണ്. Find out the cost of debt. Cost of debt കാണാൻ ഇക്വേഷൻ നമ്മൾ ഡയറക്റ്റ് ചെയ്ത I into 1 minus T divided by NP into 100. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 1 minus T ആണ്. 1 minus T ഓക്കെ, I into 1 minus T. 1 minus T നമുക്കറിയാം 1 minus 0.3 is equal to 0.7. I into 1 minus T I ഇതാ 10 into 0.7 divided by issue price. ഇഷ്യൂ പ്രൈസ് എത്രയാണ്? 5% പ്രീമിയം ആണ്. സോ ഇത് പിന്നെ എപ്പോഴും ഫേസ് വാല്യൂ 100 ആയിരിക്കും ഉണ്ടാവുക. അത് കൊടുത്തിട്ടില്ലെങ്കിലും 100 ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ 5% പ്രീമിയം എന്ന് പറയുമ്പോൾ എത്രയാണ്? ഡിനോമിനേറ്റർ 105. സോ നമുക്ക് കിട്ടിയ ആൻസർ 10 into 0.7 7 divided by 105. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്റർ 100ന്റെ മേലെ വന്നു, ഗ്രേറ്റർ ദാൻ 100. സോ ആൻസർ ന്യൂമറേറ്ററിന്റെ തൊട്ട് താഴെ വരുള്ളൂ. എന്റെ തൊട്ട് താഴെ നോ, എന്റെ തൊട്ട് താഴെ നോ, യെസ് നോ. സോ അവർ ഫൈനൽ ആൻസർ ഈസ് 6.666. ഇതാണ് ഷോർട്ട് കട്ട് മെത്തേഡിന്റെ പ്രത്യേകത. ഓക്കെ ആണോ? വളരെ ഈസിയാണ് ഇത്. നിങ്ങൾക്ക് മാത്തമെറ്റിക്കൽ ഓപ്പറേഷന്റെ പ്രശ്നമേ ഉണ്ടാവുള്ളൂ. ഡയറക്റ്റ് ഒന്നുമില്ല. I into 1 minus T divided by NP. ഓക്കെ, I എത്രയാണ്? 10% ആണ്. ഇൻറ്റു 1 minus 30%, 0.3 divided by ഇഷ്യൂ പ്രൈസ് പ്രീമിയത്തിനാണ് 105. 1 minus 0.3 10 into 1 minus 0.3 is equal to 0.7 is divided by 105. 10 into 0.7 7 divided by 105. ഇത്ര കിട്ടിയാൽ മതി. ഇത്ര കിട്ടിയാൽ 100ന്റെ മേലെയാണെങ്കിൽ ആൻസർ 100ന്റെ മേലെ ആകുമ്പോൾ ആൻസർ ന്യൂമറേറ്ററിന്റെ താഴെ. 100ന്റെ താഴെയാണ് ഡിനോമിനേറ്റർ എങ്കിൽ ആൻസർ ന്യൂമറേറ്ററിന്റെ തൊട്ട് മുകളിൽ. ഇതിങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെയാണ് ഷോർട്ട് കട്ട് മെത്തേഡ് കളിക്കുക. സോ 100ന്റെ മേലെ വന്നപ്പോൾ ന്യൂമറേറ്ററിന്റെ തൊട്ട് താഴെ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സോ ദിസ് ഇസ് അവർ റൈറ്റ് ആൻസർ. ഇനി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് റെഡീമബിൾ. നേരത്തെ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇറഡീമബിൾ ഡെപ്റ്റ് ആയിരുന്നു. ഇനി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് റെഡീമബിൾ ഡെപ്റ്റ്. ഈ റെഡീമബിൾ ഡെപ്റ്റ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം.
ഇറഡീമബിൾ ഡെപ്റ്റ് നിങ്ങൾ വളരെ ക്ലാരിറ്റി ആയിട്ട് നിൽക്കുക. ഇറഡീമബിൾ എന്ന് പറയുന്നത് I × 1 - t / NP × 100 ആണ്. ഷോർട്ട് കട്ട് മെത്തേഡ് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിനാണെങ്കിൽ ന്യൂമറേറ്റർ I × 1 - t തൊട്ട് മേലെ ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. പ്രീമിയത്തിനാണെങ്കിൽ തൊട്ട് താഴെ ആയിരിക്കും. ഒന്നും ഡിനോമിനേറ്റർ നിങ്ങൾ നോക്കിയാൽ മതി. 100ന്റെ മേലെ ആണെങ്കിൽ ന്യൂമറേറ്ററിന്റെ തൊട്ട് താഴെ, ഡിനോമിനേറ്റർ 100ന്റെ താഴെ ആണെങ്കിൽ ആൻസർ ന്യൂമറേറ്ററിന്റെ തൊട്ട് മേലെ. ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. സോ ഇത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.